നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നത്? ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. അതായത് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ വലിയൊരു വീട് വേണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനം വേണം, അല്ലെങ്കിൽ വാഹനമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ നല്ലൊരു വാഹനമാണ്. ഇങ്ങനെ പല പല സ്വപ്നങ്ങളുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യമാണ് നമ്മുടെ ബാധ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ കടമകൾ എന്ന് പറഞ്ഞാൽ അല്ലേ? അതായത് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ നോക്കണം, നമുക്ക് കുട്ടികളുള്ള ആളുകളാണെങ്കിൽ അവരുടെ ചിലവുകൾ, നമ്മുടെ തന്നെ ദൈനംദിന ജീവിതത്തിലെ ചിലവുകൾ, ഇങ്ങനെ പല പല ചിലവുകളുണ്ട് അല്ലേ? നമ്മളിൽ പലരും ഒരു ജോലിയെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് എപ്പോഴും ആഗ്രഹം നല്ല ജോലി വേണം, നന്നായിട്ട് സാലറി കിട്ടണം. അപ്പോൾ ഒരു സാലറി വെച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര സാലറി കൂടിയാലും നമ്മുടെ ജീവിത നിലവാരം അതിനനുസരിച്ച് കൂടുമെന്നാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് വലിയൊരു തുക സാലറി ആയിട്ട് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിത നിലവാരം അതിനനുസരിച്ച് മാറും. ഈ ചെലവിന് ശേഷം നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് മാത്രമല്ലേ നമുക്കൊരു സേവ് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഈ സേവ് ചെയ്ത് വെച്ച എമൗണ്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ ആദ്യം പറഞ്ഞ സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കുമോ? നമുക്ക് അത് സാധ്യമാകുമോ? അവിടെയാണ് നിങ്ങൾ സ്മാർട്ടായിട്ട് ചിന്തിച്ച് തുടങ്ങേണ്ടത്. അതായത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ ആളുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ആദ്യത്തെ തരം ആളുകൾ കാശിനു വേണ്ടി ജോലി ചെയ്യുന്നവർ, രണ്ടാമത്തെ തരം കാശ് നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. ഇങ്ങനെ കാശിനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കാശ് വളരുകയുള്ളൂ. അപ്പോൾ കാശ് നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. ഇവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രസക്തി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നുമില്ല, ഒരു കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥലം, അത് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണ്. അതായത് ആ കമ്പനിയുടെ ഒരു ഷെയർ ഞാൻ വാങ്ങിക്കുന്നതിലൂടെ ഞാൻ ആ കമ്പനിയുടെ ചെറിയൊരു ഓണർഷിപ്പാണ് വാങ്ങുന്നത്. ഞാൻ ആ കമ്പനിയുടെ ഒരു ഓണറായി മാറുക, വളരെ ചെറിയൊരു ശതമാനത്തിലാണെങ്കിൽ പോലും ഞാൻ ആ കമ്പനിയുടെ ഒരു ഓണറായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ഈ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില വെറുതെ പറയുകയാണ് 400 രൂപയാണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെ എൻ്റെ കയ്യിൽ 2000 രൂപയുണ്ട്. അപ്പം ഞാൻ ഈ 2000 രൂപ വെച്ചുകൊണ്ട് ഞാൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ വാങ്ങുകയാണ്. 400 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അങ്ങനെയാണെങ്കിൽ എനിക്ക് 400 × 5 2000 അല്ലേ? അപ്പോൾ 5 ഷെയർ എനിക്ക് വാങ്ങാൻ കിട്ടും. അപ്പം ഞാൻ ആ ഒരു പൈസക്കുള്ള ഓണർഷിപ്പാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഈ കമ്പനി വർഷാവർഷം ലാഭത്തിലാണെങ്കിൽ ആ ലാഭത്തിൻ്റെ 1% അതിൻ്റെ ഓണറിനുള്ളതല്ലേ? അപ്പോൾ ആ രീതിയിൽ എനിക്ക് അവരുടെ ഒരു ലാഭ ശതമാനം, ഒരു ചെറിയ വിഹിതം എനിക്ക് അവർ തരണ്ടേ? അതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഡിവിഡൻഡ് നമുക്ക് വർഷാവർഷം ഈ കമ്പനി തരും. അതേപോലെ തന്നെ ഇപ്പം 400 രൂപ ആണ് എന്ന് നമ്മൾ പറഞ്ഞു, ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ 400 രൂപ ഈ ഒരു ഷെയർ വാല്യൂ 420 എത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ 400 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചത് 420 രൂപയിൽ എത്തിയാൽ ഒരു ഷെയറിന് 20 രൂപ ഞാൻ ലാഭത്തിലല്ലേ? അപ്പോൾ 20 × എൻ്റെ അടുത്ത് 5 ഷെയർ ഉണ്ട്, 20 × 5 100 രൂപ എനിക്ക് ലാഭം കിട്ടി അല്ലേ? സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരാം, ഇത് 400-ൽ നിന്ന് 420 എത്തിയാലല്ലേ എനിക്ക് ലാഭം കിട്ടുക? 400-ൻ്റെ താഴെ പോയാൽ എനിക്ക് നഷ്ടമായിരിക്കില്ലേ? യെസ്, ശരിയാണ്, നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. പക്ഷേ അവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ വിശദമായിട്ട് പഠിക്കണം എന്നുള്ള ആ ഒരു ആശയം മുന്നോട്ട് വരുന്നത്. ഇതിനെ പെർഫെക്റ്റായിട്ട് പഠിച്ച് ഇതിനെ പണമുണ്ടാക്കാൻ പറ്റുന്നൊരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പണമുണ്ടാക്കി തരിക തന്നെ ചെയ്യും. നമ്മുടെ ഇടയിൽ പലരുമുണ്ട്, അതായത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള മറ്റു പലരും
കാശുണ്ടാക്കുന്നത് കണ്ടിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാതെ പലരും പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എന്നാൽ ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ച് വന്നിട്ട് കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനത്തെ കഥകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അടിസ്ഥാന വിവരമില്ലാതെ ഓരോ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് അത് സംഭവിച്ചത് എങ്കിൽ അവർ പറഞ്ഞു നടക്കുന്നത് എന്താ, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗാംബ്ലിംഗ് ആണ്, തട്ടിപ്പാണ് എന്നൊക്കെയാണ്. സത്യത്തിൽ ഇത് ശരിയാണോ? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വന്നാൽ പോലും അതിനെ ലിമിറ്റ് ചെയ്യാനും അടുത്ത ലാഭത്തിലൂടെ ആ നഷ്ടം കവർ ചെയ്തിട്ട് നമുക്ക് വലിയ ലാഭങ്ങളിലേക്ക് എത്താനും സാധിക്കും എന്നുള്ള കാര്യം നിങ്ങളിൽ ആർക്കൊക്കെ അറിയാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ച് വലിയ കോടീശ്വരന്മാരായ ആളുകളുണ്ട്. നമ്മുടെ രാകേഷ് ജുൻജുംവാലയെ പോലെയും നമ്മുടെ പൊറിഞ്ചു വലിയത്തിനെ പോലെയൊക്കെ ഒരുപാട് കാശ് സമ്പാദിച്ച ആളുകളുണ്ട്. ഇവരൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കാശുകാരായ ആളുകളാണ്. ഇവർക്കൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല? നമുക്കും പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിപ്പിക്കുന്ന ഒരു സീരീസാണിത്. ഇതിലെ ഓരോ വീഡിയോയും വിശദമായിട്ട് കാണുക, വിശദമായിട്ട് പഠിക്കുക, എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്കോ ഇറങ്ങുക. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും നമുക്ക് സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.